നവകേരള മാർച്ച് പടനയിച്ച് പിണറായി. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഇന്ന് 11ാം ദിനത്തിലാണ്. മലപ്പുറം ജില്ലയിലാണ് പര്യടനങ്ങൾ പുരോഗമിക്കുന്നത്. വളാഞ്ചേരിയിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പിണറായി വിജയന്റെ നവകേരള മാർച്ച് അങ്ങനെ മലപ്പുറത്ത് പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സാലി, എങ്ങനെയാണ് ഇന്ന് വളാഞ്ചേരിയിലെ സ്വീകരണം? മറ്റു വിശദാംശങ്ങൾ കൂടി ഉൾപ്പെടുത്തി. അത് ഇന്ന് നവകേരള മാർച്ച് 11ാം ദിവസമാണ്. മലപ്പുറം ജില്ലയിൽ 3ാം നാൾ ആയിരിക്കുന്നു. രാവിലെ ആദ്യ സ്വീകരണ കേന്ദ്രം കോട്ടക്കൽ മണ്ഡലത്തിൽപ്പെട്ട വളാഞ്ചേരിയിലായിരുന്നു. അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ വലിയ ജനക്കൂട്ടം ഈ സ്വീകരണ കേന്ദ്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. വിശേഷിച്ചും സ്ത്രീകളുടെയും യുവാക്കളുടെയും സാന്നിധ്യം എടുത്തു പറയേണ്ട കാര്യമുണ്ട്. പ്രത്യേകിച്ച് മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന സ്ത്രീകൾ പതിവിലധികം CPM-ന്റെ പരിപാടികളിലേക്ക് എത്തുന്ന കാഴ്ച ഇന്ന് നമുക്ക് വളാഞ്ചേരിയിൽ കാണാൻ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം മങ്കട മണ്ഡലത്തിൽപ്പെട്ട അങ്ങാടിപ്പുറത്തും തുടർന്ന് മഞ്ചേരിയിലും മലപ്പുറത്തുമാണ് സ്വീകരണം. മലപ്പുറത്താണ് ഇന്നത്തെ സമാപനം. നാളെ മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയാകുകയും ചെയ്യും. ഇന്ന് രാവിലെ എടപ്പാളിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത്. പൗരപ്രമുഖരുമായി എടപ്പാളിൽ പിണറായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. KP രാമനുണ്ണി തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള നിരവധി പേർ സമകാലിക സാഹചര്യങ്ങളെക്കുറിച്ച് തങ്ങളുടെ നിലപാട് പിണറായി അറിയിക്കുകയും പിണറായി നയിക്കുന്ന ഈ മാർച്ചിന് പിന്തുണയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം തവനൂരിലെ സർക്കാർ വൃദ്ധ അനാഥ മന്ദിരം സന്ദർശിച്ചു. വളരെ ഹൃദ്യമായ ഒരു സ്വീകരണമാണ് പിണറായിക്ക് അവിടുത്തെ അന്തേവാസികൾ നൽകിയത്. ഏറെ നേരം പിണറായി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. അവരുടെ സൗകര്യങ്ങൾ, അവരുടെ പരാധീനതകളെല്ലാം പിണറായി നോക്കിക്കണ്ടു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ഈ അവിടുത്തെ അനാഥ മന്ദിരത്തിലെ അഗതികൾക്കും മറ്റും ഉറപ്പ് നൽകിയിട്ടാണ് പിണറായി മടങ്ങിയത്. അതിനുശേഷമായിരുന്നു ആദ്യ സ്വീകരണ കേന്ദ്രം. ഉച്ചയ്ക്ക് ശേഷം ഇനി 3 സ്വീകരണങ്ങൾ കൂടിയുണ്ട്.